ഉറക്കം ഓരോരാൾക്കും ഉറക്കം ഓരോ തരത്തിലായിരിക്കും അല്ലേ. എനിക്കൊക്കെ ഇപ്പോൾ ഉറക്കം വന്നാൽ നേരെ പോകുന്നു, കട്ടിലേക്ക് കിടക്കുന്നു, അങ്ങ് ഉറങ്ങുന്നു, സുഖനിദ്ര. ചില ആൾക്കാരുടെ കാര്യം നിങ്ങൾക്കറിയോ, അവർക്ക് എന്തൊക്കെ ചെയ്താലും ഉറക്കം വരില്ല. ചിലപ്പോൾ അതൊരു അസുഖമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു കാരണം അസുഖമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം വരാത്ത ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഫോട്ടോ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നടൻ ശ്യാം, തമിഴ് നടൻ ശ്യാം 10 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉറക്കമുളച്ചിരുന്നുവെന്ന്. ആ ഒരു ഫേസ് എങ്ങനെയായിരുന്നു എന്നും ആ മുഖഭാവമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ആ ഫോട്ടോ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ എത്ര ഭീകരമായിരുന്നിരുന്നു അല്ലേ, എത്ര ഭീകരമായിരിക്കും. നമ്മൾ സിനിമകളിൽ അത് ഒരു കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട്. പോക്കിരിയിലൊക്കെ പ്രകാശ് രാജിനെ ഇരുത്തി ഓടിക്കുന്നതും ഉറങ്ങാൻ വിടാതിരിക്കുന്നതൊക്കെ ഒരു കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളും ചിലപ്പോഴൊക്കെ ഒന്ന് എന്താ പറയുക അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസത്തെ ഉറക്കം മിസ്സാകുന്നതോ 1-2 ദിവസമൊക്കെ നമ്മൾ ക്ഷമിച്ചിരിക്കും. 3-ാമത്തെ ദിവസം മുതൽ എന്തൊക്കെയായിരിക്കും നമുക്ക് തോന്നുക. ഇറിറ്റേഷൻ ഉണ്ടാവും, കാണുന്ന ആൾക്കാരോട് ദേഷ്യം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊരു 15 ദിവസത്തേക്ക് നീണ്ടാലോ, എങ്ങനെയായിരിക്കും ആ അവസ്ഥ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു സിനിമ, പുതിയതായിട്ടൊരു സിനിമ വരുന്നുണ്ട്. റഷ്യ എന്നാണ് സിനിമയുടെ പേര്. ഞാൻ പുതിയത് എന്ന് വീണ്ടും എടുത്തു പറയുകയാണ്, പുതിയ സിനിമ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ പുതിയതാണ് ഒന്ന്, പിന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാവരും പുതിയതാണ്. രൂപേഷ് പീതാംബരനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തിരക്കഥാകൃത്തായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ഛായാഗ്രഹനായിക്കോട്ടെ, എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പുത്തൻ സിനിമ എന്ന് തന്നെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം റിലീസായി. അതിൻ്റെ വീണ്ടും പുതിയ ടീസറുകൾ വരും എന്നാണ് അറിഞ്ഞത്. ട്രെയിലറുകൾ വരാനുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ ടീസർ കണ്ടപ്പോൾ അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി, ആ ഒരു ചെറിയ 47 സെക്കൻഡ് വരുന്ന വീഡിയോയിൽ മാത്രം വളരെയധികം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ആ ടീസറിൽ കണ്ടത് ഇതായിരുന്നു, ഒരു പെൺകുട്ടി ഏതോ ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ അസൈലമോ പോലെയുള്ള എന്തോ ആണ്, അവിടെ നിന്ന് നടന്നു വരുന്നു. എന്തോ കണ്ട് പേടിച്ച പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ പേടി അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അവൾ എന്തോ അന്വേഷിച്ച് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ആ സമയം അതൊരു സ്ക്രീനിലൂടെ, റെക്കോർഡിംഗ് സ്ക്രീനിലൂടെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വശത്തായിട്ട് സമയം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, 12:02 AM എന്നുള്ളത്. അതായത് രാത്രിയാണ് സമയം. അപ്പോൾ ഉറക്കമില്ലാതെ ഈ പെൺകുട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവൾ പോയി കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവൾ മറ്റൊരു കുട്ടിയെ കാണുന്നു. മറ്റൊരു പെൺകുട്ടി തന്നെയാണ്, അവളുടെ അതേ വേഷം ധരിച്ച മറ്റൊരു പെൺകുട്ടി. അവൾ അവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? കൈ നക്കുന്നു, അങ്ങനെ ഒരുപാട് ചേഷ്ടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? പെട്ടെന്ന് ഒരു മനുഷ്യൻ പിന്നിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്ന ഒരു രൂപവും കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ടീസർ അവസാനിക്കുന്നത്. ശരിക്കും ആ ടീസർ കണ്ടപ്പോൾ അതിൻ്റെ ടാഗ് ലൈനും ഉറങ്ങാനാവാത്ത 15 ദിവസങ്ങൾ എന്നാണ്. അപ്പോൾ ആ ടാഗ് ലൈനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും എനിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്തടുത്ത ട്രെയിലറുകളിലും ടീസറുകളിലും ഒക്കെ ആയിരിക്കും നമുക്കതിൻ്റെ കൃത്യമായ ക്ലൂസ് ലഭിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു കാര്യം പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ എന്താ പറയുക, ഈ സിനിമയുടെ കഥയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ക്യാഷ് പ്രൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കേണ്ടത് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഇതുമാത്രം അറിയാം, ഒരു ചെറിയ എമൗണ്ട് ഒന്നുമല്ല, ഒരു ക്യാഷ് പ്രൈസ് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും ക്യാഷ് പ്രൈസായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കാണുക. ഇപ്പോൾ റിലീസായ ഒരു ടീസറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ആ ടീസറിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും താഴെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് എവിടെയാണെങ്കിലും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്ന സമയത്ത് റഷ്യ ദ മലയാളം മൂവി എന്നുള്ള രീതിയിലുള്ള #, ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ തീർച്ചയായും കണ്ടെത്താനാവും. വിജയെ കണ്ടെത്തണ്ടേ അല്ലേ? അപ്പോൾ മത്സരം ഇതാണ്. ഈ സിനിമയുടെ ടീസറും ട്രെയിലറും കണ്ട് അതിൻ്റെ കഥ അല്ലെങ്കിൽ ക്ലൈമാക്സ് പ്രവചിപ്പിക്കുക. അങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു ക്യാഷ് പ്രൈസ് തന്നെയാണ്. ആ പ്രൈസ് എമൗണ്ട് എത്രയാണ്, അതുപോലെയുള്ള ഡീറ്റെയിൽസ് തീർച്ചയായും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും പോയിട്ട് വേഗം ടീസർ കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ